നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജാനുവരി സൈനിങ് ആയ ഫെഡർ സിർണിച്ച് എന്ന ലുത്യാനൻ ക്യാപ്റ്റന്റെ ഇതുവരെയുള്ള സ്റ്റാറ്റ്സും അദ്ദേഹത്തിന്റെ നിലവിലെ ഫോമും എത്തരത്തിലാണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ വീഡിയോന്റെ ലിങ്ക് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവാൻ എത്തരത്തിലാണ് ഫെഡറിനെ ബ്ലാസ്റ്റേഴ്സിൽ യൂസ് ചെയ്യാൻ പോകുന്നതെന്നും അദ്ദേഹം ഏതൊക്കെ പോസ്റ്റിലാണ് ബ്ലാസ്റ്റേഴ്സിൽ ഇറങ്ങാൻ സാധ്യത കൂടുതലെന്നുമാണ്. ലൂണയുടെ ഭാഗത്തിൽ ഫെഡറിൻ്റെ ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള സൈനിങ് ഒരു ക്വിക്ക് സൈനിങ് ആയിരുന്നുവെങ്കിലും ഇവാൻ്റെ സിസ്റ്റത്തിനോടണങ്ങുന്ന പെർഫെക്റ്റ് സൈനിങ് ആയിട്ട് തന്നെയാണ് ഫെഡറിൻ്റെ പ്രീവിയസ് മത്സരങ്ങൾ കണ്ട ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലൂണ ഏതൊക്കെ പോസ്റ്റിലാണ് ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുള്ളത് ആ എല്ലാ പോസ്റ്റിനും വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഫെഡർ. അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷം തന്നെ AEL MSL എന്ന സൈപ്രസ് ലീഗ് ക്ലബിലും ലുത്യാന നാഷണൽ ടീമിലുമായി സെക്കൻഡ് സ്ട്രൈക്കറായും വൈഡ് വിങ്ങറായും വൈഡ് മിഡ്ഫീൽഡറായും ഈവൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി പോലും ചില സമയങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ക്ലബിൽ ലെഫ്റ്റ് വിങ്ങറായും സെക്കൻഡ് സ്ട്രൈക്കറായും നാഷണൽ ടീമിൽ ലെഫ്റ്റ് മിഡ്ഫീൽഡറുമായിട്ടാണ് കൂടുതലായി കളിച്ചിട്ടുള്ളത്. ഇവിടെ ഫെഡർ ഇവാൻ്റെ 4-4-2 എന്ന ഫോർമേഷൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങാൻ കൂടുതലായി സാധ്യതയുള്ള രണ്ട് റോളുകളാണ് ഫെഡറോ നേരത്തെ കളിച്ച് പരിചയിച്ചിട്ടുള്ള വൈഡ് ലെഫ്റ്റ് മിഡ്ഫീൽഡർ റോളും അതുപോലെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളും. അദ്ദേഹം റൈറ്റ് മിഡ്ഫീൽഡറായും റൈറ്റ് വിങ്ങറായും പ്രീവിയസ് ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ടെങ്കിലും ഇവാൻ്റെ ഫോർമേഷനിൽ ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവാൻ്റെ ടാക്ടിക്സിൽ ലെഫ്റ്റ് ഫ്ലാങ്കിൽ കൂടുതൽ ബിൽഡപ്പുകളും റൈറ്റ് ഫ്ലാങ്കിൽ കുറച്ചുകൂടി ക്വിക്കായിട്ടുള്ള ഡയറക്റ്റ് പ്ലേകളും ലോങ് ബോളുകളുമാണ് നടക്കുന്നതെന്ന് നമുക്കറിയാം. ഇതുകൊണ്ട് തന്നെ റൈറ്റ് ഫ്ലാങ്കിൽ കുറച്ച് വൈഡായിട്ട് പ്ലേയേഴ്സ് കളിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ഫ്ലാങ്കിൽ റൈറ്റ് മിഡ്ഫീൽഡറെ കളിച്ചിട്ടുള്ള രാഹുലായാലും സക്കായാലും പലപ്പോഴും ലോങ് ബോളിലൂടെയോ ഡയറക്റ്റ് പ്ലേയിലൂടെയോ വരുന്ന ബോൾ പിക്ക് ചെയ്തുകൊണ്ട് ഫ്ലാങ്കിലൂടെ സോളോ ആയ റണ്ണുകൾ നടത്താറുണ്ട്. ഫെഡറിലേക്ക് വന്നാൽ ഇത്തരത്തിലുള്ള ലോങ് ബോളുകൾ മേച്ച പോസ്റ്റിൽ നിന്ന് പിക്ക് ചെയ്താലും സോളോ ആയിട്ടുള്ള റണ്ണുകൾ നടത്തുന്നതിനേക്കാൾ കൂടുതൽ തൊട്ടടുത്ത ടീംമേറ്റ്സിലേക്ക് പാസ് നൽകിക്കൊണ്ട് ഒരു ബിൽഡപ്പ് അറ്റാക്കിങ്ങിലേക്ക് താല്പര്യം കാണിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൂടാതെ ഫെഡറർ പ്ലേയേഴ്സ് കോമ്പാക്റ്റായി നിന്നുകൊണ്ട് ബിൽഡപ്പ് അറ്റാക്കിംഗ് നടക്കുന്ന ഏരിയകളിൽ മികച്ച സ്പേസുകൾ കണ്ടെത്തി അവിടെ നിന്ന് ടീംമേറ്റ്സിന് പാസിംഗ് ഓപ്ഷൻ നൽകിക്കൊണ്ട് ടീമിന് മികച്ചൊരു ബിൽഡപ്പ് അറ്റാക്ക് നടത്താൻ സഹായിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഒരു വൈഡ് മിഡ്ഫീൽഡർ റോളിൽ ഫെഡറോ ബ്ലാസ്റ്റേഴ്സിൽ ഇറങ്ങുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടുതലായി ബിൽഡപ്പ് അറ്റാക്കിംഗ് നടക്കുന്ന ലെഫ്റ്റ് ഫ്ലാങ്കിലെ ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടായിരിക്കും ഇറങ്ങുക. ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് സമയങ്ങളിൽ ലെഫ്റ്റ് ഫ്ലാങ്കിലോട് ചേർന്നുള്ള ബിൽഡപ്പുകളും അതുപോലെ ലെഫ്റ്റ് മിഡ്ഫീൽഡർ ഇൻവെർട്ടഡ് വൈഡ് മിഡ്ഫീൽഡറായി കളിച്ചുകൊണ്ട് ഫുൾ ബാക്കിനെ ഓവർലാപ്പ് ചെയ്യുന്ന മൊമെൻറ്റുകളും അതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ വൈഡ് മിഡ്ഫീൽഡർ വിങ് പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വൈഡായിട്ടുള്ള റണ്ണുകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഫെഡർ താൻ വൈഡ് മിഡ്ഫീൽഡറായും വിങ്ങറായിട്ടും കളിച്ചിട്ടുള്ള സമയങ്ങളിൽ ഇത്തരത്തിലുള്ള മൊമെൻറ്റുകളിൽ വളരെ മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ക്ലബ്ബിലെ ഇത്തരത്തിലുള്ള മൊമെൻറ്റുകൾ നോക്കിയാൽ ഇവിടെ ഫെഡർ ഇൻവെർട്ടർ വിങ്ങറായി കളിച്ചുകൊണ്ട് മികച്ച വൺ ടച്ച് പാസുകൾ നടത്തുന്നതും കൂടാതെ അദ്ദേഹം മികച്ച പൊസിഷനിലേക്ക് വന്നുകൊണ്ട് ടീംമേറ്റ്സിന് നല്ലൊരു പാസിംഗ് ഓപ്ഷനായി മാറുന്നതും കാണാം. മറ്റൊരു അവസരത്തിൽ ഇവിടെ ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു ഇൻവെർട്ടർ വിങ്ങറായി കളിച്ചുകൊണ്ട് ഫുൾ ബാക്കിന് മാക്സിമം സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഫെഡർ വൈഡ് മിഡ്ഫീൽഡർ റോളോ വിങ്ങറോ ആയിട്ട് കളിക്കുന്ന സാഹചര്യങ്ങളിൽ ഇദ്ദേഹത്തിൽ ഏറ്റവും മികച്ചതായി തോന്നിയിട്ടുള്ള ടീം അറ്റാക്കിംഗ് നടത്തുന്ന സമയങ്ങളിൽ വിങ്ങുകളിൽ മികച്ച സ്പേസുകൾ കണ്ടെത്തിയുള്ള ഓഫ് ദ ബോൾ റണ്ണുകളാണ്. ബ്ലാസ്റ്റേഴ്സിൽ ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഒപ്പം ഡിഫൻസീവ് ലൈനിൽ ബ്ലാസ്റ്റേഴ്സിനും സ്ട്രൈക്കേഴ്സും വൈഡ് മിഡ്ഫീൽഡേഴ്സും അടങ്ങുന്ന 4-man സ്ട്രെച്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള റണ്ണുകൾ മികച്ച രീതിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈഡ് മിഡ്ഫീൽഡേഴ്സ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് ഫെഡർ വൈഡ് മിഡ്ഫീൽഡറായി കളിക്കുന്ന സമയങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള വൈഡ് മിഡ്ഫീൽഡർ റോളിൽ ഫെഡറിന് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുമെങ്കിലും നിലവിൽ ലൂണയുടെ അഭാവത്തിലും ഐമൻ ലെഫ്റ്റ് മിഡ്ഫീൽഡർ റോളിൽ മികച്ച പെർഫോമൻസ് തന്നെയാണ് പുറത്തെടുക്കുന്നത്. കൂടാതെ ഫെഡറിൻ്റെ പ്രീവിയസ് മാച്ചുകളിൽ വൈഡ് മിഡ്ഫീൽഡർ റോളുകളെക്കാൾ മികച്ച പെർഫോമൻസ് ഒരു സപ്പോർട്ടീവ് സ്ട്രൈക്കർ റോളായ സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ അദ്ദേഹം പുറത്തെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഫെഡർ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വന്നാൽ ഗോൾ സ്കോറിങ്ങിൽ കൺസിസ്റ്റൻസി നിലനിർത്താത്ത പെപ്രയെ മാറ്റിക്കൊണ്ട് ലൂണ കളിച്ചതുപോലെയുള്ള ഒരു ഫ്രീ റോളായ സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ ഫെഡറിനെ ഇറക്കുവാനാണ് സാധ്യത കൂടുതൽ. ഗോൾ സ്കോറിംഗ് ഒഴിച്ചു നിർത്തിയാൽ പെപ്ര മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രസ് ചെയ്യുന്നതിലും ഫിസിക് ഉപയോഗിച്ച് ഒപ്പോണന്റ് ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്യുന്നതിലുമൊക്കെ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ പല പോരായ്മകളും പെപ്രയിൽ കാണുവാൻ സാധിക്കും. ഒന്നാമതായി ഷൂട്ടിംഗ് ടെക്നിക്കിൻ്റെ അഭാവമാണ്. അദ്ദേഹം എല്ലായ്പ്പോഴും ഡിഫൻസിന് എളുപ്പം കവർ ചെയ്യാൻ സാധിക്കുന്ന പവർഫുൾ ഷോട്ട് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. ദിമിയൊക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ ബോൾ പ്ലേസ് ചെയ്യുവാനോ ഡിഫൻസിന് ബീറ്റ് ചെയ്തുകൊണ്ട് ഒരു കർവിംഗ് ഷോട്ട് അടിക്കുവാനോ 1-on-1 സിറ്റുവേഷനിൽ ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചിപ്പ് ഷോട്ട് അടിക്കുവാനോ ഒന്നും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. രണ്ടാമതായി ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് സമയങ്ങളിൽ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തോ അല്ലാതെയോ പാസ് സ്വീകരിക്കുന്ന പെപ്ര ഒഫൻസിലേക്ക് മികച്ച പൊസിഷനിൽ റൺ ചെയ്യുന്ന തൻ്റെ ടീംമേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് റീഡ് ചെയ്തുകൊണ്ട് മികച്ച പാസ് നൽകുന്നില്ല എന്നതാണ്. ഇതുകൊണ്ട് തന്നെ പല ഡേഞ്ചറസ് അറ്റാക്കിങ്ങിലേക്ക് പോകേണ്ടിയിരുന്ന അവസരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ പെപ്പറയ്ക്ക് മികച്ച അറ്റാക്കിംഗ് സ്പേസുകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് സമയത്ത് ഒഫൻസീവ് തേർഡിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല.
നിലവിൽ പെപ്ര ബ്ലാസ്റ്റേഴ്സിന്റെ വളരെ യങ് ടാലന്റ് ആയതുകൊണ്ട് തന്നെ പെപ്രയ്ക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്നുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഫെഡറർ സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങിയ മത്സരങ്ങൾ കാണുമ്പോഴാണ് അദ്ദേഹത്തിന് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിങ്ങിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മനസ്സിലാവുന്നത്. ഫെഡർ കൂടുതലും സെക്കൻഡ് സ്ട്രൈക്കർ അല്ലെങ്കിൽ സ്ട്രൈക്കർ റോളിൽ ഇറങ്ങിയിട്ടുള്ളത് ഡ്യുവൽ സ്ട്രൈക്കർ വരുന്ന 4-4-2 പോലെയുള്ള ഫോർമേഷനുകൾ തന്നെയാണ്. അതായത് അഡ്രിയൻ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ ചെയ്തൊരു സപ്പോർട്ടീവ് സ്ട്രൈക്കറായിട്ടുള്ള ഒരു റോൾ. ലൂണ സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങുന്ന മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ബിൽഡപ്പ് സമയങ്ങളിൽ മിഡ്ഫീൽഡിലും വൈഡ് മിഡ്ഫീൽഡ് ഏരിയയിലും ഈവൻ ഡിഫൻസിൽ നിന്ന് വരെ ബോൾ സ്വീകരിച്ച് ബ്ലാസ്റ്റേഴ്സിനെ ബിൽഡപ്പിൽ സഹായിക്കാറുണ്ട്. ഇത്രത്തോളം അല്ലെങ്കിലും ഏതാണ്ട് സിമിലർ ആയ ഒരു റോൾ ഫെഡർ സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൽ ഇവൻ നൽകുവാനാണ് സാധ്യത. ഇനി ഫെഡറിന്റെ ലെഫ്റ്റ് മിഡ്ഫീൽഡർ പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാതെ മാറ്റിവെച്ച ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന്റെ ഏരിയൽ എബിലിറ്റിയെക്കുറിച്ചും അതുപോലെ ഓഫ് ദ ബോളിൽ ഒപ്പോണന്റിനെതിരെ നടന്ന പ്രസിങ്ങിനെയും ഡിഫെൻഡിങ്ങിനെയും കുറിച്ചും. ബ്ലാസ്റ്റേഴ്സിലെ എല്ലാ മത്സരങ്ങളിലും കുറഞ്ഞത് 5-6 തവണ ഗോൾ കീപ്പറിൽ നിന്നോ ഡിഫൻസിൽ നിന്നോ വരുന്ന ലോങ് ബോളുകൾ സ്ട്രൈക്കറായ ദിമിയോ പെപ്രയോ ഏരിയയിൽ വിൻ ചെയ്ത് മിഡ്ഫീൽഡിൽ നിന്നോ അല്ലെങ്കിൽ അറ്റാക്കിംഗ് തേർഡിൽ നിന്നോ ക്വിക്കായിട്ടുള്ള ബിൽഡപ്പ് അറ്റാക്കിംഗ് നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കൂടുതലും പെപ്രയാണ് ഈ റോൾ ചെയ്യാറുള്ളത്. ഇത് പൂർണ്ണമായും ഇവാൻ്റെ ടാക്ടിക്സിന്റെ ഭാഗമാണ്. ഇത്തരത്തിലുള്ള ലോങ് ബോളുകൾ അറ്റാക്കിംഗ് തേർഡിലേക്ക് നൽകണമെന്നും പെപ്രയെ പോലെ ഏരിയൽ എബിലിറ്റിയുള്ള ഒരു സ്ട്രൈക്കർ ഇത് അറ്റൻഡ് ചെയ്യണമെന്നുള്ളതും. ഇത്തരത്തിലുള്ള ലോങ് ബോളുകൾ വിൻ ചെയ്യാൻ സാധിച്ചാൽ ഒപ്പോണന്റ് മിഡ്ഫീൽഡേഴ്സോ മറ്റ് പ്ലേയേഴ്സോ ഡിഫൻസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ 2 മാൻ സെൻറ്റർ ബാക്കിനെതിരെയോ 4 മാൻ ഡിഫൻസിനെതിരെയോ വളരെ ക്വിക്കായിട്ടുള്ള അറ്റാക്കിംഗ് ബ്ലാസ്റ്റേഴ്സ് നടത്താൻ സാധിക്കും. പെപ്ര മികച്ച രീതിയിൽ ഈ റോൾ നിലവിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഫെഡർ സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ പെപ്രയ്ക്ക് പകരം സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വന്നാൽ കുറച്ചുകൂടി മികച്ച രീതിയിൽ ഇത്തരത്തിലുള്ള ലോങ് ബോളുകൾ കൺവേർട്ട് ചെയ്ത് ടീംമേറ്റ്സിലേക്ക് നൽകാൻ സാധിക്കും. പെപ്ര അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അഡ്വാൻറ്റേജ് ആണ് കൂടുതലായി ഇത്തരത്തിലുള്ള ഏരിയൽ ബോളുകൾ വിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫെഡറെ സഹായിക്കുന്നത് കൃത്യമായ പൊസിഷനിങ്ങും മികച്ച രീതിയിലുള്ള ബോഡി ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ജമ്പിങ്ങുമാണ്. ഒപ്പോണിൻ്റെ ബോക്സിൽ മികച്ച കൺട്രോൾഡായ 2 ഹെഡിങ് അസിസ്റ്റുകൾ ഫെഡറിൻ്റെ ലേറ്റസ്റ്റായ കരിയർ സ്റ്റാറ്റ്സിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി പറയത്തക്ക മികച്ച ക്ലബ് കരിയർ സ്റ്റാറ്റ്സുകൾ അവസാന വർഷം ഫെഡറിന് ഇല്ലാതെ ഇരുന്നിട്ടും അദ്ദേഹത്തെ ഇവാൻ്റെ സ്ക്വാഡിലേക്ക് എത്തിച്ച പ്രധാന കാരണമായ ഫെഡറിൻ്റെ ഓഫ് ദ ബോൾ പ്രസിംഗ് ആൻഡ് ഡിഫെൻഡിങ് എബിലിറ്റിയെക്കുറിച്ച് നോക്കിയാൽ നിലവിൽ മികച്ച ഫോമിൽ നിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സ് മുംബൈ പോലത്തെ ISLലെ മികച്ച ടീമുകൾക്കെതിരെ പോലും കളിയുടെ ആരംഭത്തിൽ ഹൈ പ്രസിംഗ് ഗെയിമും 1-2 ഗോളുകൾ നേടിക്കഴിഞ്ഞാൽ ലോ ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ മിഡ് ബ്ലോക്കിലേക്ക് മാറി 4-4-2 സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് സോണിൽ ഡിഫെൻഡിങ് ചെയ്തുകൊണ്ടുള്ള മികച്ച കൗണ്ടർ അറ്റാക്കിങ്ങുമാണ് ഈ സീസണിൽ കൂടുതലായി നടത്തിയിട്ടുള്ളത്. ഇതിൽ ഹൈ പ്രസിംഗ് നടത്തുന്ന സമയങ്ങളിലും ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡിങ് ചെയ്യുന്ന സമയങ്ങളിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കേഴ്സിൽ നിന്നും വൈഡ് മിഡ്ഫീൽഡേഴ്സിൽ നിന്നും വളരെയധികം കോൺട്രിബ്യൂഷൻ വരേണ്ടതുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സ് ഹൈ പ്രസിംഗ് നടത്തുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കേഴ്സും വൈഡ് മിഡ്ഫീൽഡേഴ്സും ഒപ്പോണന്റ് സെൻറ്റർ ബാക്കിനെ ഫുൾ ബാക്കിനെ മികച്ച രീതിയിൽ പ്രസ് ചെയ്യുകയും അതുപോലെ മിഡ്ഫീൽഡിൽ ഒപ്പോണന്റ് ബോൾ ക്യാരി ചെയ്യുന്ന സമയത്ത് സ്ട്രൈക്കേഴ്സ് ഡ്രോപ്പ് ചെയ്തു വന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സിനെ പ്രസിങ്ങിന് സഹായിക്കുകയും ചെയ്യേണ്ടതാണ്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 ഫ്ലാങ്കിലൂടെയും ഒപ്പോണന്റ് അറ്റാക്കിംഗ് നടത്തുന്ന സമയത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈഡ് മിഡ്ഫീൽഡേഴ്സ് ഫുൾ ബാക്കുകളുടെ കൂടെ നിന്നുകൊണ്ട് ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മളത് ഈ ചാനലിൽ തന്നെ പലപ്പോഴായി പോസ്റ്റ് മാച്ച് അനാലിസിസുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഫെഡറിലേക്ക് വന്നാൽ ഇത്തരത്തിലുള്ള ഓഫ് ദ ബോൾ പ്രസിംഗ് ആൻഡ് ഡിഫെൻഡിങ് സിറ്റുവേഷനുകൾ പ്രീവിയസ് ക്ലബ്ബുകളിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നടപ്പാക്കുന്ന പ്ലെയറായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം കളിച്ച ഏറ്റവും മികച്ച ക്ലബ്ബായ ഡൈനാമോ മോസ്കോയിൽ മികച്ച സ്റ്റാറ്റ്സുകൾ ഇല്ലാതെ ഇരുന്നിട്ട് പോലും 33 മത്സരങ്ങളിൽ 62 മിനിറ്റ് പെർ മാച്ച് എന്ന രീതിയിലുള്ള ഒരു പ്ലേയിങ് ടൈം ഫെഡറിന് അവിടെ ലഭിച്ചത്. അദ്ദേഹം വൈഡ് മിഡ്ഫീൽഡറായി ഫുൾ ബാക്കിൻ്റെ കൂടെ നിന്ന് ഡിഫെൻഡ് ചെയ്യുമ്പോൾ കൃത്യമായി പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്ത് ഫോളോ ചെയ്തുകൊണ്ടുള്ള മികച്ച ഡിഫെൻഡിങ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കൂടാതെ ഒപ്പോണന്റെ പാസിംഗ് ഓപ്ഷനുകളെ കൃത്യമായി ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള റണ്ണുകളും ഫെഡറിൽ കാണുവാൻ സാധിക്കും. ഇതിന് അദ്ദേഹത്തെ മികച്ച രീതിയിൽ സഹായിക്കുന്നത് ഫെഡറോ എല്ലാ ഇപ്പോഴും ഒപ്പോണന്റെ ആയാലും സ്വന്തം ടീമേഴ്സിൻ്റെ ആയാലും പൊസിഷൻ മികച്ച രീതിയിൽ റീഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും പെപ്രയ്ക്ക് പകരം ഫെഡർ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വന്നാൽ ദിമിക്ക് മികച്ച ബോളുകൾ ഫോർവേഡിലേക്ക് ലഭിക്കുന്നതായിരിക്കും. എങ്കിലും ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പെപ്രയെ മാറ്റി ഫെഡറെ ആദ്യ മത്സരങ്ങളിൽ തന്നെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറക്കുവാനും സാധ്യതയില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഫെഡറിൻ്റെ വരവോടുകൂടി ഐമൻ ആയിരിക്കുമോ പെപ്ര ആയിരിക്കുമോ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലേക്ക് മാറേണ്ടി വരിക? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.